നമസ്കാരം സുഹൃത്തുക്കളെ. റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഡൗൺ ടു റിച്ചസ് 21 ഡേയ്സ് ഓഫ് വെൽത്ത് അട്രാക്റ്റീവ് ഹാബിറ്റ്സ് എന്ന പുതിയ പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിലെ 2ാമത്തെ ദിവസത്തെ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ക്ഷാമമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പണം ചിലവായി പോകുന്നു എന്നാണ്. ഇതിന്റെ പ്രധാന കാരണം പണത്തിന്റെ അഭാവത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ ശമ്പളമോ ചെലവഴിക്കുന്ന തുകയോ പോലുള്ള ജീവിതത്തിലെ ബാഹ്യ സാഹചര്യങ്ങളല്ല ഇതിന്റെ പ്രധാന കാരണം. നിങ്ങളുടെ ആന്തരിക മനോഭാവം ദാരിദ്ര്യബോധത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ ശമ്പളം, ചെലവുകൾ, മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ബാഹ്യ സാഹചര്യങ്ങൾ ആ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ അത്ഭുതകരമായി മാറിമറിയും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തപ്പോൾ ഇതിൽ നേരിടുന്ന ബുദ്ധിമുട്ടെന്തെന്നാൽ ഓരോ തവണ പണം ചെലവാക്കുമ്പോഴും അവിടെ നിഷേധാത്മക ചിന്തകളും എതിർപ്പിന്റെ വികാരങ്ങളുമാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത്. എനിക്കിത് നൽകാൻ താല്പര്യമില്ല, ഈ ബില്ല് അടച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമൊന്നും ബാക്കിയുണ്ടാകുകയില്ല, എൻ്റെ പണം കുറഞ്ഞു വരികയാണ്, ഞാൻ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, എനിക്കിനി എന്ന് മുന്നേറാൻ സാധിക്കും. ഇത്തരം നിഷേധാത്മക ചിന്തകളും വികാരങ്ങളുമാണ് പണം നിങ്ങളിലേക്ക് വരുന്നത് തടയുന്നത്. വാസ്തവത്തിൽ ഈ ചിന്തകളും അനുബന്ധ വികാരങ്ങളും പണം നിങ്ങളിലേക്ക് വരുന്നത് തടയുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അതിന്റെ നേരെ വിപരീതമായി പ്രവർത്തിക്കുകയും കൂടുതൽ പണം പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജോലിയിലൂടെ മാത്രമേ പണം സമ്പാദിക്കാൻ സാധിക്കൂ എന്ന ചിന്തകൾ ഉപേക്ഷിക്കുക. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നു. അതിന്റെ ഫലമായി അത് അവരുടെ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ആ ചിന്തകൾ ഉപേക്ഷിച്ച് മനസ്സ് തുറക്കുന്ന നിമിഷം മുതൽ എല്ലാം മാറുന്നു. പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് പണം എത്തിച്ചു തരാനുള്ള ഒരു വഴി മാത്രമാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ വിചാരിക്കാത്ത 1000 വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നെത്താമെന്നും സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ വഴികളിലൂടെ അപ്രതീക്ഷിതമായ രീതിയിൽ ലഭിക്കാമെന്നുമുള്ള സാധ്യതകളിലേക്ക് മനസ്സ് തുറന്നിടുക. നിങ്ങളുടെ മനസ്സ് തുറന്നു തന്നെ വയ്ക്കുക. കാരണം ധാരാളം പണം ലഭിക്കുക എന്നത് കേവലം ഒരു മാനസികാവസ്ഥ മാത്രമാണ്. ഇത് എങ്ങനെ സംഭവിക്കുമെന്നത് നിങ്ങളുടെ കയ്യിലല്ല. പ്രപഞ്ച നിയമം ഇതെല്ലാം നോക്കിക്കൊള്ളും. നിങ്ങളുടെ ചിന്തകൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ പ്രകടമാക്കാൻ അത് ആളുകളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഉപയോഗിക്കും. നിങ്ങളുടെ ചിന്തകൾ ഊർജമാണ്. ഭൗതിക ലോകത്തിലെ എല്ലാം ഊർജത്താൽ നിർമ്മിതമാണ്. ഒരു ചിന്തയുടെ ഊർജം അതിന്റെ ഭൗതിക രൂപത്തിന്റെ ഊർജത്തെ സ്വയമേവ അതിന്റെ ഉറവിടത്തിലേക്ക്, അതായത് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഒരു ചിന്ത സത്യമാണോ അല്ലയോ എന്നത് വിഷയമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് സാഹചര്യവും സങ്കല്പിക്കാൻ കഴിയും. പ്രപഞ്ച നിയമം അത് ഏറ്റെടുക്കും. നിങ്ങൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ജീവിതം രൂപപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രമാണ്. നിങ്ങളുടെ വരവും ചെലവും തമ്മിലുള്ള ബാലൻസ് പൂർണ്ണമായി മാറ്റി എഴുതുന്നതിനായി നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു പരിശീലനമാണ് ഇന്നത്തേത്. ഇന്നു മുതൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനും പണം ചെലവാക്കുമ്പോഴും ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു എന്ന തോന്നൽ മനസ്സിൽ സൃഷ്ടിച്ച് സന്തോഷത്തോടുകൂടി ആ നിമിഷത്തെ പ്രയോജനപ്പെടുത്തുക. പണം നൽകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം തോന്നാൻ സാധിക്കും? ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ കാറിൽ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയും ആ തുക നൽകുകയും ചെയ്യുമ്പോൾ മനസ്സിൽ പറയുക, എനിക്ക് കൂടുതൽ പണം ലഭിക്കുന്നു, എനിക്കിപ്പോൾ 500 രൂപ കൂടി ലഭിച്ചു. ഇത് സത്യമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക.
അല്ലെങ്കിൽ ആരോ ഒരാൾ ആ പണം നിങ്ങൾക്ക് തരുന്നത് പോലെ സങ്കല്പിക്കാം. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായി കാണാം. ലഭിച്ച തുകയ്ക്ക് മനസ്സുകൊണ്ട് നന്ദി പറയാം. ദിവസം മുഴുവൻ ഇങ്ങനെ ലഭിച്ച തുകകൾ കുറിച്ചു വയ്ക്കാം. ദിവസാവസാനം അവ കൂട്ടിയെടുക്കാം. ആ ആകെ തുക നോക്കി ഇന്ന് ഇത്രയും പണം ലഭിച്ചതിനെ ഓർത്ത് മനസ്സുകൊണ്ട് നന്ദി പറയൂ, ആഘോഷമാക്കൂ. ഈ പരിശീലനം എത്രത്തോളം കൂടുതൽ ചെയ്യുന്നുവോ അത് അത്രത്തോളം എളുപ്പമുള്ളതും വിശ്വസനീയവുമായി മാറും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സന്തോഷത്തോടെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. സമ്പന്നരായ ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന പണത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അതിൽ ആവേശഭരിതരാവുകയും ചെയ്യുന്നു. പണത്തിന്റെ കുറവിനെക്കുറിച്ച് അവർ ഒരിക്കലും ചിന്തിക്കാറില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം തുടർച്ചയായി ഒഴുകിയെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിശീലന രീതി സ്ഥിരമായി ചെയ്യുക. നിങ്ങൾ പോലും അറിയാതെ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും.